ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാറൂസ് കിച്ചൻ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ കുറച്ച് ശ്രദ്ധ വെച്ച് ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ബീഫ് ബിരിയാണിയാണ്. നമ്മളൊന്ന് ശ്രമിച്ചാൽ ഹോട്ടൽ ടേസ്റ്റ് പോലെ അടിപൊളിയായിട്ട് നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇടുകയാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി നമുക്ക് 4 വിസിൽ കേൾക്കുന്നത് വരെ കുക്ക് ചെയ്ത് എടുക്കാം. ബീഫ് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചമുളക് 15 എണ്ണം, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ചതച്ചെടുക്കാം. പച്ചമുളക് ഓരോരുത്തരുടെ എരിവനുസരിച്ച് എടുക്കണം. മുളക് പൊടി അധികം ചേർക്കാത്തത് കൊണ്ടാണ് ഇത്രയും പച്ചമുളക് എടുക്കുന്നത്. ഇനി ഇതിൽ വറുത്തിടാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് വറുത്തെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ നെയ്യ് ഒഴിച്ച് അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് വറുത്തിടാനുള്ള സവാള അരിഞ്ഞെടുക്കാം. ഞാനിവിടെ 2 സവാളയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ചെറുതായി കനം കുറഞ്ഞ് അരിഞ്ഞെടുത്ത സവാളയാണിത്. സവാള അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മിയെടുക്കുക. അപ്പോൾ സവാള ഓരോ അല്ലിയായിട്ട് മാറി വരും. നമുക്കത് എളുപ്പത്തിൽ വറുത്തെടുക്കാനും പറ്റും. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത നെയ്യ് ബാക്കി വന്നതും കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് ചൂടാകുമ്പോൾ സവാള കുറേശ്ശെ ഇട്ട് വറുത്ത് കോരുക. ഈ കളറൊക്കെ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. കോരി മാറ്റി വെക്കുമ്പോഴും ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ കളറ് ആകും. ബാക്കി സവാള കൂടി അതിലേക്കിട്ട് നമുക്ക് വറുത്ത് കോരാം. അതും ആ കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ച സവാളയുടെ കളർ കണ്ടോ, കുറച്ചും കൂടെ മാറി വന്നിട്ടുണ്ട്. ബാക്കി സവാള കൂടെ നമുക്കിതിലേക്ക് കോരി മാറ്റി വയ്ക്കാം. മറ്റൊരു വലിയ പാൻ എടുത്ത് നമ്മൾ ഉള്ളി വറുത്ത എണ്ണ കൂടെ അതിലേക്ക് ഒഴിച്ച് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിലേക്കിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് 3 സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വഴറ്റി എടുക്കാം. ഇപ്പോൾ സവാള നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇവയിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക. ഇതിലേക്ക് ചെറിയ ഒരു കളർ വ്യത്യാസം മാറ്റാൻ വേണ്ടി മാത്രം 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ തൈര് ആഡ് ചെയ്തു. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് ഒരു പിടി സവാള കൂടി ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇത് നന്നായി വഴന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കുക. ബീഫ് വേവിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രേവി കൂടെ ചേർത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കി ഇതിന് ശേഷം ആവശ്യമെങ്കിൽ ഉപ്പ് കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വറ്റിച്ച് എടുക്കാം. ഞാനിവിടെ
ബിരിയാണിക്ക് എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല അരി എന്നാണ് പറയുന്നത്. 1 കിലോ റൈസാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഞാനിത് അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ട് കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ച് വെള്ളം ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രാമ്പൂ, തക്കോലം, ഏലക്ക, പട്ടയൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിക്കാം. അതിലേക്ക് ഒരു മുറി നാരങ്ങ നീര് കൂടി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ചോറിനും കൂടെ ആവശ്യമുള്ള ഉപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ചധികം ഉപ്പ് അതിലേക്ക് ചേർക്കണം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അരി അതിലേക്ക് ഇടാം. ഒന്ന് ഇളക്കി ഉപ്പൊക്കെ കൊണ്ട് നോക്കിയതിന് ശേഷം ഒരു 1/4 വേവാകുമ്പോൾ നമുക്കിത് ഊറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാല മാറ്റി വെച്ചിരിക്കുന്നത് അടുപ്പിലേക്ക് വെച്ച് അതിൻ്റെ മണ്ടയിൽ കൂടെ ഒരു ലെയർ ചോറ് ഇട്ട് കൊടുക്കാം. ചോറിട്ടതിന് ശേഷം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർക്കുക. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില ചേർക്കുക. ഞാനൊരിത്തിരി കളർ ഇവിടെ ചേർക്കുന്നുണ്ട്. യെല്ലോ കളറാണ് ചേർത്തത്. വീണ്ടും ചോറിട്ട് കൊടുത്തു. അങ്ങനെ 3 ലെയറായിട്ട് ഞാനിവിടെ ചെയ്തെടുക്കുകയാണ്. ഓരോ ലെയറിലും നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കളറും ചേർത്ത് കൊടുക്കുക. കളറ് വീട്ടിലില്ലാത്തവർക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ഇല്ല, നിങ്ങളുടെ വീട്ടിൽ കുങ്കുമപ്പൂവ് ഉണ്ടെങ്കിൽ അത് പാലിൽ കലക്കി അതും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് ആ അടപ്പിലുണ്ടായിരുന്ന ഹോളിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ച് അടച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ദമ്മ് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിതാ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ പാത്രത്തിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കാൻ പാടായതുകൊണ്ട് ഞാൻ ഇതിനെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് അടിപൊളിയായിട്ട് ഞാനിത് ഇളക്കി എടുത്തിട്ടുണ്ട്. ബീഫ് ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം രമ്യ പാറൂസ് കിച്ചൺ.